السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിവസം, പരിശുദ്ധമായ സമയം, പവിത്രമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഹസനാത്തുകളും സ്വാലിഹായ അമാലുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആകൾക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ജീവിച്ച ആയുസ്സിനിടയിൽ അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവാപരാധങ്ങളും സർവാധിരാജനായ പടച്ച തമ്പുരാൻ സാധുക്കളായ നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം നമുക്കറിയില്ല. ജീവിതം ഹൈറാകുന്ന കാലത്തോളം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലുമായി പൂർണ്ണ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഇസ്സത്തോടെ, ഇഫ്ഫത്തോടെ, ഹിദായത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാനും മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് രോഗികൾ ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ മാതാപിതാക്കള്, ഭാര്യമക്കള്, സഹോദരങ്ങള്, ബന്ധപ്പെട്ട പലരും പലതരത്തിലുള്ള രോഗികളാണ്. ഷാഫിയായ, കാഫിയായ, റാഫിയായ അല്ലാഹു ചെറുതും വലുതുമായി ശാരീരികവും മാനസികവുമായി അനുഭവിക്കുന്ന എല്ലാ രോഗികൾക്കും അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും അവർക്ക് നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാരനായ ഒരു ദാരിമി സുഹൃത്ത്, വളരെ ചെറുപ്രായം, 1-2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ പിതാവ് പെട്ടെന്ന് മഞ്ഞപ്പിത്ത ബാധിതനായി പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ള വല്ലാത്തൊരു വിഷമ വാർത്ത എന്നറിയാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു എല്ലാ നിലക്കും ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഖൈറായ പകരക്കാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയിൽ വറാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഹജ്ജിന് വേണ്ടി ലക്ഷോപലക്ഷം ഹജ്ജാജിമാർ പരിശുദ്ധ ഹറമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോക മുസൽമാന്റെ സംഗമത്തിന് വേണ്ടി
അള്ളാഹുവിന്റെ പ്രപഞ്ചം കാതോർത്തിരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നും മാതൃകയാക്കപ്പെടേണ്ട ഒരു പിതാവിനെയും എന്നും മാതൃകയാക്കപ്പെടേണ്ട ഒരു മകനെയും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകം ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമിയ ചരിത്രത്തിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ജീവിത ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഏടുകൾ ഒന്നുകൂടെ നമ്മുടെ ആയുസ്സിൽ മറിക്കപ്പെടാൻ പോവുകയാണ്. നമുക്കറിയാം, ചരിത്രം കാണിച്ചു തന്ന മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഏറ്റവും മനോഹരമായ സുന്ദരമായ ചര്യയെന്ന് പഠിപ്പിച്ചു തന്ന ഇബ്രാഹിമിയ മില്ലത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന കാത്തിരിപ്പിനെ വിരാമം കുറിച്ചുകൊണ്ട് പ്രായാധിക്യത്തിന്റെ വിഷമഘട്ടത്തില് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന സന്താനത്തെ അല്ലാഹു നൽകി. ഏറ്റവും വലിയ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമി ലോകത്തേക്ക് അയച്ചത് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചിട്ടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തിരഞ്ഞെടുത്തത് വലിയ ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. എന്താണ് ആ ദൗത്യം? അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാവാൻ പോവുകയാണ്. അവിടുന്ന് ഭൂജാതനാവേണ്ടത്, അവിടുന്ന് പിറന്നു വീഴേണ്ടത് ഭൂമി മണ്ണിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലത്തായിരിക്കണം. ഭൂമി മണ്ണിന്റെ ഒറ്റ മധ്യത്തിലായിരിക്കണം. ആ ഒറ്റ മധ്യം വരുന്നത് അത് പരിശുദ്ധമായ മക്കയാണ്. മക്കയാവട്ടെ ജനവാസ യോഗ്യമല്ലാത്ത കരിമ്പാറ കൂട്ടങ്ങളെ കൊണ്ട് നിബിഡമായ മരുഭൂമി മേഖലയാണ്. അവിടെ ജനവാസമില്ല, ജനവാസത്തിന് യോഗ്യമല്ല. അവിടെ വെള്ളമില്ല, വെള്ള തടാകങ്ങളില്ല, അവിടെ കൃഷിവർഗങ്ങളില്ല, പഴവർഗങ്ങളില്ല. ദൂഷരമായി കിടക്കുന്ന കരിമ്പാറകളുടെ മരുഭൂമിയാണ്. അവിടെയാണ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴേണ്ടത്. ഭൂമി മാതാവിന്റെ മധ്യഭാഗം, പരിശുദ്ധമായ കഅബാലയം നിലകൊള്ളുന്ന മണ്ണ്. പക്ഷേ അവിടെ ജനവാസത്തിന് യോഗ്യമല്ല. അവിടേക്കാണ് പിന്നാലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴേണ്ട ആ മണ്ണിനെ ജനവാസ യോഗ്യമാക്കി എടുക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ആ ഇസ്മായിലിന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ചില്ലറക്കാരാവാൻ പാടില്ല. അവർ ഒരു സാധാരണക്കാരാവാൻ പാടില്ല. അവർക്ക് ചില പ്രത്യേകതകൾ വേണം. എന്താണ് ആ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ, ഒരു മഖ്ലൂഖിന്റെ ഹൃദയം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തിയത് അവരുടെ മക്കളോടാണ്. ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ ഹൃദയത്തെ, സ്നേഹബന്ധത്തെ ബന്ധപ്പെടുത്തിയത് അല്ലാഹുവിന്റെ മക്കളോടാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അർപ്പണ ബോധം ഒന്ന് പരീക്ഷിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവന്റെ രാജാതിരാജനായ പടച്ച തമ്പുരാന് വേണ്ടി എത്രത്തോളം സമർപ്പണം നടത്തുമെന്നൊന്ന് പരീക്ഷിക്കണം. ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ഖാല യാ ബുനിയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. അല്ലാഹുവിന്റെ
പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു പിതാവിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിക്കുന്നത്? എത്രയോ വർഷത്തെ കാത്തിരിപ്പിനൊടുവില്, എത്രയോ പ്രാർത്ഥനകൾക്കൊടുവിൽ അല്ലാഹു കൊടുത്ത ആ അരുമ സന്താനമായ ശ്രീമന്ത പുത്രനായ ഇസ്മാഈലിനെ ബലിയറുക്കാൻ പിതാവിന്റെ കൈയിൽ പിടിച്ചൊരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കേണ്ട പ്രായമാണ് ഇസ്മാഈലിൻ്റെത്. ഒരു മകനിൽ നിന്ന്, ഒരു കുഞ്ഞിൽ നിന്ന് മാതാപിതാക്കൾ മനോഹരമായ നിമിഷങ്ങളെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട പ്രായമാണ് ഇസ്മാഈലിൻ്റെത്. ആ പ്രായത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നത് ആ മകനെ ബലിയറുത്തിട്ട് മാംസം ദാനം നടത്താൻ. ഒരു തവണ പറഞ്ഞു, രണ്ട് തവണ പറഞ്ഞു, മൂന്നാമതും മനാമിൽ അതേ സ്വപ്നം കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യമായി ഇത് സ്വപ്നമല്ല, ഇത് രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ്. പക്ഷേ ഹാജറ ഉമ്മയോട് എങ്ങനെ പറയാനാണ്? ഏതാണ് ഹാജറ ഉമ്മ? നമുക്കറിയാമല്ലോ. ഇസ്മാഈൽ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അമ്മിഞ്ഞപ്പാല് കുടി മാറിയിട്ടില്ലാത്ത പ്രായത്തില് ഒരു കച്ചവട സംഘം പോലും കടന്നു വരാത്ത വിജനമായ മക്ക എന്ന മണലാരുണ്യത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കഅബാലയത്തിന്റെ ഒരൊറ്റ ചുമരിന്റെ തണലിൽ മകനെയും ഭാര്യയെയും കിടത്തിയിട്ട് ഇരുത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോകുമ്പോ ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയേ, ഇത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ അങ്ങ് പോകുന്നത്? ഈ വിജനമായ ജനവാസയോഗ്യമല്ലാത്ത, ജനസഞ്ചാരമില്ലാത്ത, കാഫിലക്കൂട്ടങ്ങൾ കടന്നു വരാത്ത, ഒരു പഴവർഗ്ഗങ്ങളും കാണാത്ത, പച്ചപ്പുല്ല് പോലും വിരളമായ ഈ മരുഭൂമിയിൽ ഈ ഒരൊറ്റ ചുമരിന്റെ തണലിലെ മകനെയും എന്നെയും കിടത്തിയിട്ട് പോകുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അതേ രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ്. അങ്ങ് പോയിക്കൊള്ളുക. എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല, ഇനി മുഖതാവിലൊന്ന് കാണുമോ എന്നറിയില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണോ? അങ്ങ് പോയിക്കൊള്ളുക. അല്ലാഹുവിന്റെ മുമ്പില്, അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെ മുമ്പില് പ്രിയപ്പെട്ടവന്റെ യാത്രക്ക് തടസ്സമില്ലാതെ ക്ഷമയെ ആയുധമാക്കി മുറുകെ പിടിച്ച മരുഭൂമിയോട് മല്ലടിച്ച ഹാജറ ഉമ്മ, ആ പെണ്ണിന്റെ ത്യാഗമാണല്ലോ സൗസമെന്ന ഉറവയും ലോകത്ത് നിലനിൽക്കുന്നത്. ആ ഹാജറ റളിയല്ലാഹു അൻഹയോട് എങ്ങനെയാണ് മകനെ ബലിദാനം നടത്താൻ വേണ്ടി പറയുക? ഒറ്റപ്പെട്ടു പോയ മരുഭൂമിയിൽ മകനെ മാറോട് ഉയർത്തി പിടിച്ചുകൊണ്ട് സർവ്വം പടച്ച തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് ആ മകനെ ഈ ഭാഗ്യത്തിലേക്ക് എത്തിച്ച ഉമ്മയോട് മകനെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൗനം പാലിച്ചു. ഹാജറ ഉമ്മയോട് മകനുമായി ഒരു യാത്ര പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. മകന്റെ കൈകാലുകൾ ബന്ധിക്കാനുള്ള ബലിഷ്ഠമായ കയറുകൾ കയ്യിൽ കരുതി, മൂർച്ചയേറിയ ആയുധം കയ്യിൽ കരുതി, യാത്രക്കിടയിൽ പലയാവർത്തി കരിമ്പാറകളിൽ ആയുധം മൂർച്ച കൂട്ടി മിനുസപ്പെടുത്തി. ഇസ്മാഈൽ എന്ന പൊന്നുമോനെ പലയാവർത്തി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പിന്തിരിപ്പിക്കാൻ നോക്കി. മിനാ താഴ്വരയിൽ മകനെ കടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഖുർആൻ പറയുന്നത്. അവിടെയും ഒരു പിതാവിന്റെ വാക്ക് നോക്കണം. യാ ബുനയ്യ, മകനെ എന്നല്ല വിളിച്ചത്, മോനെ എന്നല്ല വിളിച്ചത്, ഇസ്മായിലെ എന്നല്ല വിളിച്ചത്. ഖുർആൻ പറയുകയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ വല്ലാത്തൊരു വിളിയാണ് അതിലുള്ളത്. ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക, നിന്നെ ബലിയറുത്ത് ദാനം നടത്താൻ അല്ലാഹു എനിക്ക് മനാമിൽ അറിയിപ്പ് തന്നിട്ടുണ്ട്. ഫൻദുർ മാദാ തറാ, ഞാൻ
എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ പിതാവ് മകനോടുള്ള അഭിപ്രായ പ്രകടനമാണ്, അഭിപ്രായ അന്വേഷണമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നടത്താൻ പോകുന്നത്. അവിടെ മകന്റെ അനുവാദം ചോദിക്കേണ്ടതില്ല, മകന്റെ സമ്മതം ചോദിക്കേണ്ടതില്ല. പക്ഷേ ഒരു മകനെ പിതാവ് ഏത് വിഷയത്തിലും എത്രത്തോളം പരിഗണിക്കണമെന്ന് ഒരു മകന്റെ അഭിപ്രായത്തിന് ആ മകന്റെ പ്രായം ഒരു തടസ്സമല്ല. കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യത്തില് അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ഒരു വിഷയത്തില് ആ കുടുംബത്തിലെ സുപ്രധാനമായ ഒരു കാര്യത്തില് മക്കളുടെ അഭിപ്രായം അന്വേഷിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ? അന്വേഷിക്കേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് ചോദിക്കുകയാണ്, മോനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. എല്ലാം പടച്ച തമ്പുരാന്റെ വിധിക്ക് മുമ്പിൽ പുത്രസ്നേഹം ഒരു തടസ്സമാവാതെ എല്ലാ സമർപ്പണം നടത്തുന്ന ഏറ്റവും നല്ല പിതാവ് ആ അവസാന സെക്കൻഡിലും മകനോട് ചോദിക്കുകയാണ്, അഭിപ്രായം എന്താ? ഏറ്റവും നല്ല മകന്റെ മറുപടിയാണ് ലോകം ചർച്ച ചെയ്തത്. ഏറ്റവും നല്ല മറുപടി, ഏറ്റവും നല്ല മകൻ പറയുകയാണ് ഖാല. ആ മകന്റെ മറുപടി യാ അബത്തി. അവിടെ വാപ്പായും നല്ല വിളിച്ചത്, പ്രിയപ്പെട്ട യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. ഒരു മകന്റെ പിതാവിനോടുള്ള ആദരവിന്റെ സ്നേഹത്തിന്റെ എല്ലാം അടങ്ങിയ വിളിയാണ് ഉമ്മർ. നിങ്ങളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. ഓടിപ്പോവാനല്ല മകൻ നോക്കിയത്. പിതാവിന് ചോദിക്കുന്ന സമയത്ത് കൈകാലുകൾ ബന്ധിച്ചിട്ടില്ല, മകനെ പിടിച്ചു കെട്ടിയിട്ടില്ല, മകനെ മലർത്തിക്കിടത്തിയിട്ടില്ല. മകൻ ഓടിപ്പോവാനുള്ള അവസരമുണ്ട്, മകന് വാപ്പയെ എതിർക്കാനുള്ള അവസരമുണ്ട്. ഇത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാനുള്ള സന്ദർഭമുണ്ട്. പക്ഷേ ഏറ്റവും നല്ല മകന്റെ മറുപടി നോക്കണം. യാ അബത്തി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഉമ്മർ, നിങ്ങളോട് അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത്, എന്താ കൽപ്പിച്ചത് എന്നല്ല ചോദിച്ചത്, എന്നറുക്കാനാണെന്നല്ല ചോദിച്ചത്. അറുക്കലല്ലാതെ മറ്റു വല്ല പരിഹാരങ്ങളുണ്ടോ എന്നും ചോദിച്ചില്ല. ഉമ്മർ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടത് അങ്ങ് ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. ശേഷം ഇൻഷാ അല്ലാഹ് ക്ഷമാശീലരോടെ കൂട്ടത്തിൽ നമുക്ക് കണ്ടുമുട്ടാം വാപ്പാ. സതജിദുനി, ശേഷം നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ മിനസ്വാബിരീൻ. ക്ഷമാശീലരോടൊപ്പം ക്ഷമാശീലർ, ക്ഷമയെ മുറുകെ പിടിക്കുന്നവർ, അല്ലാഹുവിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമയെ മുറുകെ പിടിച്ച് ഈമാൻ നഷ്ടപ്പെടാതെ ജീവിക്കുന്നവർ സ്വർഗ്ഗത്തിലാണ്. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. അല്ലാഹുവിന്റെ ക്ഷമയുള്ളവരോടൊപ്പമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വാപ്പ, നാളെ ക്ഷമാശീലരോടൊപ്പം സ്വർഗ്ഗലോകത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് മകൻ വാപ്പയോട് മനോഹരമായ മറുപടി കൊടുക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ പരീക്ഷണം വിജയിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടന്നു വരാനുള്ള വേദി ഒരുക്കാൻ ഏറ്റവും നല്ലത് ഈ സമർപ്പണത്തിന്റെ അർപ്പണബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയ പിതാവിന്റെ മകനായ ഇസ്മാഈൽ തന്നെയാണ്. മക്കയിലെ ജനവാസത്തിന് തുടക്കം കുറിച്ചത് ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിലൂടെയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ കൗമാരപ്രായക്കാരായ മക്കൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇസ്മാഈൽ എന്ന ആ പൊന്നുമോനിൽ നിന്ന്, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാൻ നമ്മുടെ കൗമാരപ്രായക്കാരായ മക്കളിലുണ്ട്. ഇന്ന് വയലൻസുകളുടെ ലോകത്താണ് നമ്മുടെ മക്കളുള്ളത്. അവർക്ക് ക്ഷമ
എന്തെന്നറിയില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇന്ന് നമ്മുടെ മക്കൾ ഏറ്റവും വെറുക്കുന്നത് അവരെ ഉപദേശിക്കലാണ്. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്യുന്ന ഒരു 14 വയസ്സുകാരനെ, അതല്ലെങ്കിൽ ഒരു 16 വയസ്സുകാരനെ വിളിച്ചിട്ട്, ടീനേജ് പ്രായത്തിലുള്ള ഒരു മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുക എന്നുള്ളത് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ്. മക്കളെ ഉപദേശിക്കൽ അവർക്ക് വല്ലാത്ത വെറുപ്പാണ്. അവർക്കൊന്ന് ക്ഷമ തീരെയില്ല. അവർക്കുള്ളത് വയലൻസ് ആണ്, അവർക്കുള്ളത് പ്രതികാരമാണ്. അവർ കണ്ട് വളർന്നത്, അവർ കളിക്കുന്ന ഓൺലൈൻ ഗെയിമുകളിൽ അവർ കണ്ട് വളർന്ന് കളിച്ചു വളർന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ ദീവാറിന്റെ ചെരുപ്പ് കൊണ്ട് ചക്രമുണ്ടാക്കിയിട്ട് ഒരു ബോളിന്റെ പുറത്ത് കെട്ടിയിട്ട് വണ്ടി ഉരുട്ടി നടന്നിരുന്ന നമ്മുടെ പ്രായത്തില് നമ്മുടെ മക്കളിൽ നിന്ന് കളിക്കുന്നത് ഓൺലൈൻ ഗെയിമുകളെ, ശത്രുവിനെ ഏത് രൂപത്തിലും വകവരുത്താനുള്ള ഗണ്ണിന്റെ ഉപയോഗം, അതല്ലെങ്കിൽ വാളിന്റെ ഉപയോഗം, അതല്ലെങ്കിൽ മൂർച്ചേറിയ ആയുധങ്ങളുടെ ഉപയോഗം കൊണ്ട് ശത്രുവിനെ എങ്ങനെ വകവരുത്താമെന്നുള്ള വകവരുത്തലാണ് വിജയം എന്നുള്ള. ശത്രുവിന്റെ മുമ്പിൽ ക്ഷമിക്കലല്ല. അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിന്ന് വന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ പൊതിഞ്ഞു വെച്ചിരുന്ന പുതപ്പ് വലിച്ചൂരിയെടുത്തിട്ട്, മുഹമ്മദേ, അള്ള തന്ന മുതലിൽ നിന്ന് കുറച്ച് എനിക്ക് കൊണ്ടായെന്ന് പറയുമ്പോ ആ പുതപ്പിന്റെ വക്കേറ്റിട്ട് അവിടുത്തെ തൊലിയിരുന്നിട്ട് മുറിവ് പറ്റിയപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ട്, ഉമറേ, അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞ ക്ഷമയുടെ ഏറ്റവും വലിയ പാഠമായ നബി മുഹമ്മദ് മുസ്തഫ പുന്നാര റസൂലിൽ നിന്ന് അവർക്ക് മാതൃക കാണാനില്ല, അവർക്ക് മാതൃക പഠിക്കാനില്ല. അവർ പഠിച്ച് അവർ കളിച്ച് വളർന്നത് പ്രതികാര ബുദ്ധിയോടെയാണ്. ശത്രുവിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്, ശത്രുവിനെ എങ്ങനെ ഇല്ലാതെയാക്കണമെന്ന്, ശത്രുവിനെ ഉന്മൂലനം ചെയ്യലാണ് എന്റെ വിജയമെന്ന് ഓൺലൈൻ ഗെയിമുകളിലൂടെ കളിച്ച് വളർന്നവരാണ് അവർ. ഇനി ഒരു 10 വയസ്സിലേക്കോ 8 വയസ്സിലേക്കോ എത്തിയപ്പോൾ അവർ കണ്ടത് ഏതാണ്? തന്റെ കുടുംബത്തെ നശിപ്പിച്ച, അല്ലെങ്കിൽ തന്റെ കാമുകിയെ കൊന്ന, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനെ കൊന്ന, അല്ലെങ്കിൽ തന്റെ ബിസിനസ് തകർത്ത ആളുകളോട് പ്രതികാരം ചെയ്യുന്ന നായക നടന്റെ മാസരംഗങ്ങളാണ് അവർ കണ്ടു വളർന്നത്. വയലൻസ് സിനിമകളിലൂടെയാണ്, അത്തരം റീൽസുകൾ കണ്ടിട്ടാണ് അവർ വളർന്നു വന്നത്. അവർ കളിച്ചതും പ്രതികാരത്തില്, അവർ കണ്ടു വളർന്നതും പ്രതികാരത്തില്. ഈ പ്രതികാരത്തിയോടെ വളർന്നു വരുന്ന മക്കളുടെ മുമ്പില് അവരുടെ സഞ്ചാരത്തിന് തടസ്സമായി നിൽക്കുന്ന വാപ്പ അവന്റെ ശബ്ദമാണ്. രാത്രി മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് ഇശാഇന്റെ സമയവും കഴിഞ്ഞിട്ട് നട്ടപ്പാതിര സമയത്ത് കയറി വരുന്ന മകനോട്, എവിടെയായിരുന്നടാ ഇത്ര സമയം? 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തണമെന്നൊരു ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകന്റെ മനസ്സിൽ ഉമ്മ ഇനി ശത്രുവാണ്. ആ മകന്റെ മനസ്സിൽ ഉമ്മ ശത്രുവാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞിട്ട് സഹോദരങ്ങൾ യൂസുഫ് ആടിനെ അറുത്ത് അതിന്റെ രക്തം യൂസുഫിന്റെ കുപ്പായത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആ കുപ്പായവുമായി കരഞ്ഞിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ആ സന്ദർഭത്തെ സമയം ഖുർആൻ പറയുന്നുണ്ട്. അശിയ, അവർ ഇശാ നിസ്കാരത്തിന് ശേഷമാണ് പിതാവിന്റെ അടുക്കലേക്ക് വന്നത്. അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളായ ഉലമാ പറയുന്നുണ്ട്, ഇശാ നിസ്കാരത്തിനപ്പുറത്തേക്ക് നമ്മുടെ മക്കളെ പുരയിൽ നിന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത് അവർ വഴിതെറ്റി പോവാനുള്ള കാരണമാണതെന്ന്. ഇശാഇനപ്പുറമുള്ള സമയത്തേക്ക് മക്കളെ മാതാവിന്റെ കൺമുന്നിൽ നിന്ന്, അല്ലെങ്കിൽ പിതാവിന്റെ കൺമുന്നിൽ നിന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളത്, അത് ടറഫുകളിലേക്കാണെങ്കിലും, അത് ഷട്ടിൽ കോർട്ടുകളിലേക്കാണെങ്കിലും, അതല്ല ഇനി ട്യൂഷന്റെ പേരിലാണെങ്കിലും, അതല്ല ഇനി ഏത് കാരണത്താലാണെങ്കിലും, ഇശാഇനപ്പുറത്തേക്കുള്ള സമയം മക്കളെ പുറത്തേക്ക് വിടുക എന്ന്
കാണാനുള്ളത്. ആ മക്കള് വഴികേടിത്തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ആ സമയം ഇന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇശാഇന്റെ സമയം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന മകനോട് ഈ സമയത്തിന് ഈ കയറി വരുന്നത് ഇശാ സംസ്കാരം കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വരണമെന്ന് ഉമ്മ ഉപദേശിച്ചാൽ, അല്ലെങ്കിൽ വാപ്പ ഉപദേശിച്ചാൽ, ആ മകന് പിന്നെ ഉമ്മ ശത്രുവാണ്, വാപ്പ ശത്രുവാണ്. ഉമ്മയുടെ ഉപദേശം അത് നെഗറ്റീവായിട്ടാണ് അവൻ കാണുന്നത്. ഉമ്മയാണ് തന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന്. എന്റെ കൂട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് രാത്രിയിലാണ്, പകല് ഞാൻ സ്കൂളിലാണ്, കോളേജിലാണ്. ഇനി എനിക്ക് ഇശാഇന് ശേഷമാണ് എന്റെ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാനുള്ളത്. പക്ഷെ ആ ചിലവഴിക്കുന്ന സമയത്തിന് വാപ്പ എതിരാണ്, ഉമ്മ എതിരാണ്. അതുകൊണ്ട് തന്നെ ആ വാപ്പയെ, ആ ഉമ്മയെ അവൻ ശത്രുവായിട്ടാണ് കാണുന്നത്. ആ ശത്രുവിനെ ഇനി എങ്ങനെ ഒതുക്കാമെന്നാണ് ആ മകൻ ചിന്തിക്കുന്നത്. അതിന്റെ ചർച്ച കൂട്ടുകാരിലേക്ക് നീങ്ങുമ്പോൾ അത് MDMലേക്ക്, അതിനപ്പുറമുള്ള മാരകമായ ലഹരികളിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന്റെ തിക്തഫലങ്ങളാണ് ഇന്ന് നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മാതാവ് പിഞ്ചു പൈതലിനെ പുഴയിലെറിയുമ്പോ, മറ്റൊരു ഭാഗത്ത് അതേ പിഞ്ചു പൈതലിനെ സ്വന്തം പിതൃ സഹോദരൻ ലൈംഗിക പീഡനം നടത്തുമ്പോ, മറ്റൊരു ഭാഗത്ത് മക്കള് മാതാപിതാക്കളെ അറിവുകൾ നടത്തുമ്പോൾ, ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുവിനോട് പ്രതികാരം ചെയ്തിട്ട് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ആ ഒരു മൈൻഡ് നമ്മുടെ മക്കളിൽ സെറ്റ് ചെയ്യപ്പെട്ടു. നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കള് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കുറച്ചു നേരത്തെ സമയം ഒരു ശല്യം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോ, ഇന്റർനെറ്റ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോ, അതിൽ അവർ കാണുന്ന റീൽസുകൾ എന്താണെന്ന്, അതിൽ അവർ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന്, അതിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്താണെന്ന്, അതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട പിതാക്കളെ നമ്മൾ ബോധേടല്ലെങ്കിൽ, നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നില്ല എങ്കിൽ നഷ്ടത്തിലാണ്. അതേ മകന്റെ കയ്യിലിരിക്കുന്ന കത്തിയോ, അതേ മകന്റെ കയ്യിലിരിക്കുന്ന കടാരയോ, ആയുധമോ ഏത് സമയത്താണ് നമ്മുടെ തലക്ക് നേരെ ഉയരുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം ഇസ്മാഈലി ചരിത്രങ്ങൾ. പിതാവിന്റെ മൂർച്ചയേറിയ ആയുധത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന് വേണ്ടി സർവം സമർപ്പിച്ച് ചെരിഞ്ഞു കിടന്ന ഇസ്മാഈൽ എന്ന ആ കുഞ്ഞുമോനെ കുറിച്ചിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആ ഇസ്മാഈലിലാണ് അവർക്ക് റോൾ മോഡൽ ഉള്ളതെന്ന്.